ഒനിയിൽ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി തന്നെ പുള്ളിക്കാരനൊക്കെ ഉറങ്ങിയിട്ടില്ല. രാത്രിയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്നു എന്താണ് ഇവരുടെ സംഭാഷണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ വീട്ടുകാരും മുഴുവൻ ഒനിലിൻ്റെ കൂടെയുണ്ട്. അവർക്ക് ഈ പ്രാവശ്യം അവർ കറക്റ്റായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർ ഒനിലിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു. അഭിയൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഒനിലിന് എന്നാലും അറിയില്ലല്ലോ ഇതെങ്ങനെയാണ് പുറത്ത് പോയിരിക്കുന്നതെന്ന് ഒനിലിന് അറിയില്ല. ഒനിൽ ബിഗ് ബോസ് ഹൗസിലാണ്. ബിഗ് ബോസ് ഹൗസിലേക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻക്വസിറ്റി ഉണ്ടാവുമല്ലോ, എന്താണ് ഉണ്ടായിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും ആകെ ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഒനിലിൻ്റെ വിഷമം. അപ്പോൾ ഒനിലത് ബിഗ് ബോസ് എൻ്റെ കൺഫെഷൻ റൂമിൽ പോയി ഇരുന്നിട്ട് കരയുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒനിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനി ലാലേട്ടൻ വന്ന് നമ്മുടെ മസ്താനിയോട് സംസാരിച്ച് അത് മസ്താനിക്കൂടി ബോധ്യപ്പെടണം. മസ്താനിക്ക് എന്താ സംഭവിച്ചെന്ന് പുള്ളിക്കാരിക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കും ബോധ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സോൾവ് ആവും. പക്ഷെ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്മിക്ക് താക്കീത് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ, ഒരാളെ എന്താ പറയുക, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് അത്ര സിമ്പിൾ കാര്യമാണോ? അങ്ങനെ അല്ല. ഒരാൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്താൽ അത് ചെയ്യണം. ലാലേട്ടൻ ചോദ്യം ചെയ്യണം. പുള്ളിക്കാരിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ഫിസിക്കൽ ടാസ്ക് വരുവാണെങ്കിൽ ആണുങ്ങളൊക്കെ തുടർന്ന് ടാസ്ക് ആണെങ്കിൽ ഞാൻ ഇരിക്കില്ല. പിന്നെ എന്തിനാണ് പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. പുള്ളിക്കാരിക്ക് ഇവിടെ ഐ ഡോണ്ട് തിങ്ക് സോ ഷീ ഡിസേർവ് ടു ബി ഇൻ ബിഗ് ബോസ് ഹൗസ്. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ കളിക്കാനും പാടായിരിക്കും. അതായത് ഒനിലിലും ബാക്കി ആണുങ്ങൾക്കൊക്കെ കളിക്കാൻ പാടായിരിക്കും. അത് ഈ വീക്കെൻഡിൽ ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ ഈ ഹൗസിലെ ഗെയിംസ് ഒന്നും ഇനി നടക്കില്ല. കാരണം തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഇത് എന്നെ പുള്ളിക്കാരി പറയുള്ളൂ. ഇങ്ങനത്തെ സോ കോൾഡ് ആറ്റിറ്റ്യൂഡിൽ ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ്. അത് ലാലേട്ടൻ വന്ന് ക്ലാരിറ്റി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒനിലിൻ്റെ കാര്യത്തിൽ മിക്കവാറും വീക്കെൻഡിൽ ഡിസ്കഷൻ നന്നായിട്ടുണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലക്ഷ്മി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ വീക്കിൽ. അതൊക്കെ ഡിസ്കസ് ചെയ്യുമെന്ന് അറിയില്ല. അതിനാരും വീട്ടുകാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, എസ്പെഷ്യലി ഞാൻ പറയുന്നത് നമ്മുടെ മറ്റേ LGBTQ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ഇനി ലാലേട്ടൻ അത് എടുത്ത് പറയുമോ എന്നൊന്നും അറിയില്ല. നോക്കാം. ലക്ഷ്മിയുടെ കാര്യം പറയുന്നതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോഴെങ്കിലും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ അതിലേക്കൊന്നും മനസ്സിലായിട്ടില്ല. അയ്യോ, മനസ്സിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഭൂകമ്പം ഉണ്ടാവും. അയ്യോ, അതാണ് പ്രശ്നമാണ്. പുള്ളിക്കാരിക്ക് അതിലേക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പറാണല്ലേ ആള്. കുറച്ച് എടുത്തുചാട്ടക്കാരിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നൂറ പറഞ്ഞാലൊന്നും നിൽക്കൂല. അപ്പോൾ നോക്കാം നമുക്ക് ലാലേട്ടൻ എന്താണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാന്നൊക്കെ നോക്കാം. ഇനി മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. ഇന്ന് എപ്പിസോഡിൽ ബാക്കിയുണ്ടായത് ക്യാപ്റ്റൻസി, ജയിൽ നോമിനേഷൻ, പിന്നെ പണിപ്പുര ടാസ്ക്. ക്യാപ്റ്റൻസി, പണിപ്പുര ടാസ്ക്, ജയിൽ നോമിനേഷൻ, ഇങ്ങനെ ഓർഡറിലാണ് പോയത്. അപ്പോൾ ക്യാപ്റ്റൻസിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനീഷിനും നൂറയ്ക്കും ഡയറക്റ്റായിട്ട് അവരുടെ ടീമിൽ നിന്ന്, അതായത് മറ്റേ ഫാക്ടറി വർക്കർ ടീമിൽ നിന്നും മറ്റേ നൂറയ്ക്ക് ഫാക്ടറി വർക്കർ ടീമിൽ നിന്നും അനീഷിനും മറ്റേ സർക്കസ് ടീമിൽ നിന്നും ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അപ്പം അനീഷ് കൊടുത്തത് റെനയ്ക്കാണ്. കുഴപ്പമില്ല, റെനയ്ക്ക് ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ റെനയ്ക്ക് കൊടുത്തു ചാൻസ്. അപ്പോൾ കോയിൻ കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ആ റീസൺ വെച്ചിട്ടാണ് ശരിയാണ്. അതുകൊണ്ടാണ് റെന എടുത്തത്. ഫൈൻ. അതുമല്ല നൂറ എടുത്തത് ഒനിലിനെയാണ്. എനിക്കത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു നൂറേനുണ്ട്. കാരണം വെച്ചാൽ അതുവരെ ഞാൻ വിചാരിച്ചത് ഇവർക്ക് ഗെയിം ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അവർക്ക് ഗെയിം തോറ്റേൻ്റെ ആ ഒരു വിഷമം ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ എന്നാലും ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അക്ബറിനാണ് ശരിക്കും അവിടെ അർഹത. പക്ഷെ അക്ബറിന് ക്യാപ്റ്റൻസി പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും നൂറ ഒനിലിനെ ചൂസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് അത് കറക്റ്റായിട്ട് തോന്നി. ഒനിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൽ ഗെയിം ബുദ്ധിപൂർവ്വം കളിച്ച ആൾക്കാർക്കാണ് ക്യാപ്റ്റൻസി കൊടുത്തത്. അത് നന്നായി. അത് നൂറയുടെ ഭാഗത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിലേക്ക് എത്ര താല്പര്യം തോന്നിയില്ലെങ്കിലും നൂറയുടെ ഭാഗം നൂറ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. അത് നല്ലൊരു കാര്യമായിരുന്നു. ഇനി ഈ ക്യാപ്റ്റൻസി നോമിനേഷൻസിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഷാനവാസിനൊക്കെ ആരെങ്കിലും ഷാനവാസിൻ്റെ പേര് പറഞ്ഞോ? ഇല്ല, ഷാനവാസിൻ്റെ പേര് മറ്റേ ജയിൽ നോമിനേഷനിലാണ്. അത് ശരിയാണ്, ജയിൽ നോമിനേഷനാണ് ക്യാപ്റ്റൻ. അപ്പം ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി വീട്ടുകാർ ഒരാളെ സെലക്ട് ചെയ്തത്. അത് ജിഷിനെയാണ് പറഞ്ഞത് കേട്ടോ. ജിഷിനെ പറഞ്ഞതെന്ന് വെച്ചാൽ
ജിഷൻ അവിടെ ആക്ച്വലി ഈ ആഴ്ച ജിഷൻ ശരിക്കും പറഞ്ഞാൽ സൈലൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ജിഷൻ്റെ ലാംഗ്വേജും എല്ലാം ഒന്ന് ജിഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അത്ര അഗ്രസീവ് അല്ല. എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കിച്ചനൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ പുള്ളിക്കാരൻ നൂറയുടെ നിന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തല്ലോ. പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ഒരു ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ആഴ്ച. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ എല്ലാ പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ജിഷനാകുമ്പം നമ്മുടെ കിച്ചണിലേക്ക് കയറുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും വരത്തില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളവർ നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ജിസേൽ, ആര്യൻ. അതുകൊണ്ടായിരിക്കാം ക്യാപ്റ്റൻസിയിലേക്ക് ജിഷിനെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 3 പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ അക്ബറിന് യോഗ്യതയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ആ ടാസ്കിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അക്ബറിന് പറ്റില്ല. അപ്പോൾ ക്യാപ്റ്റൻസി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാണ് പണിപ്പുര ടാസ്ക് വന്നത്. പണിപ്പുര ടാസ്കിലാണ് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത്. എന്താണെന്നറിയോ? പണിപ്പുര ടാസ്കിൽ അവർക്ക് ഉണ്ടായ കോയിൻസിനനുസരിച്ചാണ് അവർക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുക അല്ലേ? അതിൽ പലരും ഇൻക്ലൂഡിങ് നൂറ കോയിൻസ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോയിൻസ് കൊടുക്കാമെന്ന് ബിഗ് ബോസ് എത്ര പ്രാവശ്യം പറഞ്ഞു അല്ലേ? ആദ്യത്തെ ദിവസം തന്നെ 100 കോയിൻ വേസ്റ്റ് ചെയ്തില്ലേ? 2 ബ്ലാക്ക് കോയിൻ വേസ്റ്റ് ചെയ്ത പുള്ളിക്കാരിക്ക് തന്നെ അടിച്ചു. മറ്റേ ഗോൾഡ് കോയിനും വേസ്റ്റ് ചെയ്തു. എന്തിന്? പിന്നെ കൊടുക്കുന്ന ആൾക്ക് ആദ്യത്തെ ദിവസം ഷാനവാസിന് കൊടുത്തു. 1 കോയിന് ഷാനവാസിന് ആദ്യത്തെ ദിവസം കിട്ടിയോ? ആ കൊടുത്ത കോയിൻ ഷാനവാസ് പിന്നെ യൂസ് ചെയ്യാണ്ട് അത് വേസ്റ്റായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം ഈ സെയിം ഷാനവാസിന് 4 കോയിൻ കൊണ്ട് കൊടുത്തെന്തിനാ 100? എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? ആ 4 കോയിന് ഷാനവാസ് കൊടുത്തില്ല. ഈ ഷാനവാസിന് ഗെയിം ഉണ്ടല്ലോ ഒന്നും മനസ്സിലാകത്തില്ല. ഷാനവാസിന് ഒന്നുമേ മനസ്സിലാവാത്തൊരു പ്ലെയർ ആയിട്ടാണ് ഷാനവാസ് ഇരിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. ഈ ഗെയിം ഫ്ലോപ്പായിരുന്നു ഷാനവാസിൻ്റെ. ഷാനവാസ് പറഞ്ഞാൽ സ്ട്രാറ്റജി ആയിരുന്നു. അല്ല, സ്ട്രാറ്റജി ഒന്നുമല്ല. അത് ബിഗ് ബോസ് എത്ര പ്രാവശ്യം പറഞ്ഞു അത് കൊടുക്കൂ, ഇല്ലെങ്കിൽ അത് ഇതായിപ്പോവും. കൊടുക്കാനുണ്ടോ? ആദ്യത്തെ ദിവസം കൊടുത്തപ്പോൾ മനസ്സിലായില്ലേ അത് വേസ്റ്റ് ആയിപ്പോയെന്ന്. അപ്പോൾ 2ാം ദിവസം എന്തുകൊണ്ട് കൊടുത്തില്ല? ആദ്യത്തെ പ്രാവശ്യം പോട്ടെ, നമുക്ക് അതൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എടുത്തിട്ട് കൊടുത്തില്ല എന്ന് പറയാം. ലാസ്റ്റ് ദിവസം 4 കിട്ടിയിട്ട് അതും കൊടുത്തില്ലല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ഷാനവാസ് അവിടെ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോയിന്റ്സ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ദിവസം 100 പോലും ഒരു കോയിൻ തിരിച്ചയച്ചേക്കണം. എന്തിനാണാവോ? ആ കോയിൻ ആർക്കും കൊടുത്തിരുന്നെങ്കിൽ അത് വേറെ എല്ലാവരും ഇപ്പോൾ കിട്ടിയാനില്ലേ ടാസ്കിൽ? അതും ചെയ്തില്ല. അപ്പം അത് മനസ്സിലാക്കി കളിക്കണം. അത് പണിയെടുത്തോ ഇല്ലേ എന്നുള്ളതല്ല, ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊക്കെ വേണം ബെനിഫിറ്റ് ആവുന്നതെന്ന് കൊണ്ട് ആലോചിച്ചിട്ട് വേണം ആ ടാസ്കിൽ ആ കോയിൻസ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോയിൻസ് കുറഞ്ഞു. അതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയ പല സാധനങ്ങൾ, അതായത് പനീറായാലും അവർക്ക് വെജിറ്റേറിയൻസ് എടുക്കാൻ പറ്റിയ കുറേ ഓപ്ഷൻസ് ഒന്നും അവർക്ക് എടുക്കാനേ പറ്റില്ല. പനീറായാലും ഇതായാലും അവർക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചില്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ ലോസിലേക്ക് വരുത്താം അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ ഇന്ന് നിവിൻ്റെ വഴി എന്തെങ്കിലും ടാലൻറ്റ് ഇതുവാണല്ലോ, പുള്ളിക്കാരൻ്റെ കണ്ടിട്ടായിരുന്നു. ഒന്നുമില്ല, ലാസ്റ്റ് കുറച്ച് നേരം ഡിലേ ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിക്കാരൻ ചാടി. വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ 1 കോയിനെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ചെയ്തതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് പുള്ളിക്കാരൻ ആക്ച്വലി ഒന്നല്ല, പുള്ളിക്കാരൻ കണ്ടന്റ് കൊടുത്തു, അത് പ്രമോയിട്ട് വന്നു, പുള്ളിക്കാരൻ അത് യൂസ് ചെയ്തു എന്നാണ് പറയുക. ആ ഗെയിം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കണ്ടന്റ് വരുത്തണ്ടേ, അതേ ഉള്ളൂ പുള്ളിക്കാരൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പണിപ്പുര ടാസ്കും കഴിഞ്ഞു. ഇനി പണിപ്പുര ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജയിൽ നോമിനേഷൻ വരുന്നത് കേട്ടോ. ജയിൽ നോമിനേഷനിലാണ് ഏറ്റവും കൂടുതൽ കോമഡി കുറച്ച് കാര്യങ്ങളുണ്ടത്. അപ്പോൾ എല്ലാവരും ജിസിലിൻ്റെയും ലക്ഷ്മിയുടെ പേര് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 14 ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ജിസിലിൻ്റെ പേര്, അല്ല ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം ഇന്നലത്തെ പ്രശ്നം. ഒബ്വിയസ്ലി ആ പ്രശ്നം കൊണ്ടാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞിട്ടുള്ളത്. ജിസിലിൻ്റെ പേര് പറയാൻ കാരണം കുറേ പേര് ജിസിലിൻ്റെ പേര് പറഞ്ഞു. കാരണം എന്താണ് നമ്മുടെ കിച്ചൺ ഇഷ്യൂ. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ജിസിലിനും ആര്യനും അവിടെ കിച്ചണിൽ എന്താണ് സ്പെഷ്യലായിട്ട് അത് പുള്ളിക്കാരി സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെയാണ്. ഓക്കെ, അതിപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പം അതിൽ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ജിസിലിൻ്റെ പേര് പറയുമ്പം അക്ബർ പറഞ്ഞപ്പം ജിസിലിന് ശരിക്കും ഫീൽ ചെയ്തു. കാരണം അക്ബറിനെ അത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അക്ബർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ജിസിൽ അവിടെ ബിന്നിയായിട്ടുണ്ടായ വിഷയമുണ്ടല്ലോ, അതിൻ്റെ ബേസിസിലാണ് അക്ബർ പറഞ്ഞത്. അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പുള്ളിക്കാരി ഭയങ്കര റിബലായി ഭയങ്കര അറങ്കനായിട്ട് സംസാരിച്ചു എന്നുള്ള ടോണിലാണ് അക്ബർ അത് മീൻ ചെയ്തത്. അതിനുവേണ്ടി നോമിനേറ്റ് ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചില്ല ജിസിൽ. അപ്പം ഈ ജിസിൽ പോട്ടെ, ഈ ആര്യൻ ജിസിലിന് വേണ്ടിയിട്ട് വന്നിട്ട് എന്തിനാണ് ഒരു വലിയൊരു ബോംബ് ഇറക്കി. എന്താണ്
അപ്പം നമ്മൾ വിചാരിച്ച പോലെ ജിസലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ നോമിനേഷൻ ഇതുവരെ ചെയ്തൊക്കെ ഡിസ്കസ്ഡ് നോമിനേഷൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്തു. അത് വേറൊന്നുമല്ല, പുള്ളിക്കാരൻ നുണ പറഞ്ഞാണ്. അത് അക്ബറിനും ബിന്നിക്കൊക്കെ ഇട്ട് തിരിച്ച് കുത്താൻ വേണ്ടി നുണ പറഞ്ഞാണ്. പക്ഷെ എന്നാലും ആ നുണയിൽ ഈവൻ ഈ ആര്യനും പെടും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഇത് അക്ബറിന് വേണം. കാരണം എന്താ അറിയോ, നമ്മൾ ടീം കളിച്ച് പോകുമ്പോൾ ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞല്ലോ, ആര്യനെ കൊണ്ട് ഒരാൾക്ക് ഗുണം ഉണ്ടാവില്ല, ദോഷമേ ഉണ്ടാവുള്ളൂ. അത് അക്ബറിന് ഇന്ന് കിട്ടി. ശരിക്കും മനസ്സിലായല്ലോ. ഒരു ബോധമില്ലാതെ ആ മനുഷ്യൻ കളിക്കും. വേറൊരാൾക്ക്, ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി ഒരാളായിട്ട് ഇതാക്കി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അക്ബർ ഇനിയെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആര്യൻ്റെ അവിടെ നിന്ന് മാറി നിങ്ങൾ ഗെയിം കളിക്കാം. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു നോമിനേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജിസേൽ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് നോമിനേറ്റ് പോലും ചെയ്യാൻ പറ്റില്ല, ജയിൽ നോമിനേഷൻ പോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്, അല്ലേ? ഇന്ന് എനിക്കതാണ് മനസ്സിലായത്. അക്ബർ ഇന്ന് ഡിസ്കസ് ഒന്നും ചെയ്തിട്ടല്ല, അക്ബറിന് തോന്നിയതാവാം, അക്ബർ പറഞ്ഞതാണ്. അപ്പം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ച ഇത് ജയിലല്ലേ, ഇവിടുത്തെ ജയിലല്ലേ, ബിഗ് ബോസ് ജയിലല്ലേ, ശരിക്കുള്ള തിഹാർ ജയിലൊന്നും അല്ല പോകുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സ്ഥലം തന്നെയാണ്, സംശയം എന്താ? അപ്പോൾ എന്തായാലും അത് അക്ബർ ഇനിയെങ്കിലും ആ പാഠം പഠിക്കണം എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അക്ബർ ആര്യനോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറയാനൊക്കെ പോകേണ്ടി വന്നു. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? നമ്മൾ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഇതിനൊന്നും ആവശ്യമില്ല. അനീഷിന് ആരോടും വേണമെങ്കിൽ പറയാമല്ലോ, അനീഷിന് ഒരാൾക്ക് ഒരു കുഴപ്പമില്ല. അനീഷ് കൂളൻ ഇതാണ്. അനീഷിന് ആരെ നോമിനേറ്റ് ചെയ്യാം, ആർക്കും എഗെയിൻസ്റ്റ് കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. കാരണം ഒരു ഗ്രൂപ്പിൽ അനീഷില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനീഷ് ഒരു ഗ്രൂപ്പിലില്ല. എന്നാൽ മോർണിംഗ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ആ മോർണിംഗ് ടാസ്കിൽ അനീഷിന് മോർണിംഗ് ടാസ്ക് കൊടുക്കാൻ കാരണം തന്നെ അതാണ്. അനീഷ് ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ അനീഷിൻ്റെ വ്യൂ പോയിന്റ് ഇങ്ങനെ ഇടാൻ പറ്റും, അല്ലേ? ഒരാളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ. അപ്പം അനീഷിനെ പോലെ ആയിരുന്നെങ്കിൽ അക്ബർ, അത്രയല്ലെങ്കിലും കുറച്ച് രീതിയിലെങ്കിലും അക്ബറിന് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും പറയാലോ, ശരത്ത് പോയ ശേഷമാണ് അക്ബറിൻ്റെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയത്. കാരണം പുള്ളിക്കാരൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ചെയ്യണം. അതെന്താ സംശയം? ഒരു സംശയമില്ല. അപ്പം അക്ബറിൻ്റെ ഗെയിമിന് ഞാൻ ഒരു ഹോപ്പ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇനി പുറകോട്ട് പോവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ആഴ്ച ആര്യൻ ഔട്ടായി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ആർക്ക്? ജിസലിനും അക്ബറിനും. ശരിക്കും ഞാൻ പറയാം, അവരുടെ ഗെയിമൊക്കെ ചേഞ്ച് ആവും. വളരെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ആര്യൻ ഔട്ടായി. കാരണം ആര്യൻ അവിടെ നിന്നിട്ട് ആര്യനും ഗുണമില്ല, ആര്യൻ്റെ കൂടെ കളിക്കുന്നവർക്കും ഗുണമില്ല. രണ്ടുപേരും നെഗറ്റീവായേ ഉള്ളൂ. ആര്യൻ്റെ ഗെയിം അങ്ങനെയാണ്, ഒരു ഗുണം ചെയ്യുന്നില്ല ആർക്കും, സ്വയം ഗുണമില്ല, മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നില്ല. ആര്യൻ്റെ എഗെയിൻസ്റ്റ് കളിക്കുന്നവർക്ക് പിന്നെ ഉണ്ടാവും കേട്ടോ കുറച്ച് ഗുണം. പക്ഷെ എന്നാലും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒരു സുഖമില്ലടേ, അതല്ലേ പ്രശ്നം. അപ്പം ആര്യം പോകുന്നതായിരിക്കും നല്ലത്. ആര്യനും നല്ലതാണ്. എത്ര നെഗറ്റീവായി പോയി എന്തിനാ വന്നു, ഇനിയും അതിൻ്റെ ആവശ്യമില്ല. അപ്പം ആര്യൻ്റെ വക ഇന്ന് അക്ബറിന് കിട്ടിയിട്ടുണ്ട്, അത് മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അക്ബറിന് പിന്നെ ജിസലിനോട് പോയി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതിര് എല്ലാം വന്നിട്ടുണ്ട്. എന്തിനി, എൻ്റെ ദൈവമേ, ഇതാണ് ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കളിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് കളിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് പാട്ട് പാടിയിരിക്കുമോ ആ ഗ്രൂപ്പിൽ? ഇപ്പോൾ കളിക്കാൻ നോക്കുമ്പോൾ പറ്റുന്നുമില്ല, കണ്ടോ? അതാണ് പ്രശ്നം. ആ സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ കയറി വന്ന് അവസാനം നമ്മുടെ കളി കൊളാക്കും. അപ്പം അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. അവർ രണ്ടുപേരുമാണ് ജയിലിലേക്ക് പോയത്, ലക്ഷ്മിയും നമ്മുടെ ജിസയിലും. അപ്പോൾ അവരവിടെ പോയി ഇന്ന് ജയിലിൽ മറ്റേ എന്താണ് ആളുടെ ഫേസ് ഉണ്ടാക്കണം, എല്ലാവരുടെ ഫേസ് ഉണ്ടാക്കണം എന്നാണ് ടാസ്ക്. വേറെ ഒന്നുമല്ല, ലക്ഷ്മി എല്ലാവരുടെ ഫേസ് കണ്ടിട്ടുണ്ടാവും തന്നെ അറിയില്ല, അതുകൊണ്ടായിരിക്കും ആ ടാസ്ക് കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും ഒന്ന് മുഖത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഒനിലടക്കം. ഒനിലിൻ്റെയും വേണമല്ലോ, ബിഗ് ബോസ് ആരാ മോനല്ലേ. അപ്പോൾ ബിഗ് ബോസിൻ്റെ കളി ബിഗ് ബോസ് കളിക്കുന്നു. അപ്പോഴാണ് ആദിലയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആദിലയുടെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദില ഇന്നലെയും ആദില വെസൽ ടീമിലാണ്. ശരിക്കും ഞാൻ പറയട്ടെ, ആ വെസൽ ടീം മാറിയ ശേഷം ഞാൻ ആ കിച്ചണിൽ വെസൽസ് ഒന്നും എടുക്കാതെ വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചൺസ് കാണാൻ, അത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബിഗ് ബോസ് ഹൗസിലെ വ്യത്യാസം. കിച്ചൺ ഏരിയയിലാണ് നിങ്ങളുടെ മെയിൻ അല്ലേ. ആ കിച്ചൺ ഏരിയ വൃത്തിയായിട്ടിരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
വൃത്തിയായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അനീഷ വന്നതിന് ശേഷം ശരിക്കും എല്ലാവരും പറഞ്ഞു വെസൽ ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കിച്ചൺ ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചണും ആ പരിസരമൊക്കെ നല്ല വൃത്തിയാണ്. പക്ഷെ അതിൽ ആദ്യമല്ല നമ്മൾ ഈ 2 പ്രാവശ്യം, അതിൽ ചിലപ്പോൾ ബാക്കി എല്ലാ സമയവും ചെയ്യുന്നുണ്ടാവും, ഈ 2 പ്രാവശ്യം ചെയ്യാത്തതൊക്കെ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ആൾക്കാർ നോക്കുമ്പം ഭയങ്കര അഡമൻ്റായിട്ട് വേണ്ടാത്ത കാര്യത്തിന് ദുർവാശി എടുക്കുന്നത് നല്ലതല്ല. അയാൾക്ക് വെസൽ ടീം, അതായത് അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലേ, പുള്ളിക്കാരന് അത്ര റെസ്പെക്റ്റ്, മിനിമം റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? അറിയാം അതങ്ങനെ നിങ്ങൾ ആ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. നൂറ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല അതൊക്കെ വളരെ റൂഡാണ്. ഇന്നാണെങ്കിൽ അതൊക്കെ മേലെ പോയിട്ടുണ്ട്. അനാവശ്യമായിട്ട് പൊക്കുക, അനാവശ്യമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുക. അത് കുറച്ചിട്ട് നമ്മൾ നമ്മുടെ കൂടി ഒന്ന് നോക്കണം അല്ലേ. ഒരാൾ നമ്മളോട് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ പോസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് നോക്കണം. അതാണ് എനിക്കതാണ് തോന്നാറ്. അത് അതിലും ചെയ്യുന്നുണ്ടോ? അതിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നൂറയ്ക്ക് പറയേണ്ടി വരുന്നത് അല്ലേ. പക്ഷെ എന്നാലും അതിലെ കേൾക്കുന്നില്ല. അപ്പോൾ എനിക്കത് സങ്കടം തോന്നി അതിലിന്ന് ചെയ്യുന്ന ഒരു ആക്ഷൻസൊക്കെ കണ്ടപ്പം. അത് വേണ്ടിയിരുന്നില്ല. അതിലെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റിന് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുമായിരിക്കും. ഒരു ആശമൊന്നുമല്ല, അത് ഒന്നിക്കുള്ളിൽ ആശമൊക്കെ ആവുന്നുണ്ട്. ഇങ്ങനെ അനീഷിനായിട്ട് ഒരു ബുള്ളി ചെയ്യുന്നത്. ദിസ് ഇസ് ഓൾസോ എ ബുള്ളി. ഇറ്റ്സ് എ ബുള്ളിങ് ആക്ച്വലി. അപ്പം അത് റെക്കഗ്നൈസ് ചെയ്യണം. അത് റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ തെറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്ത് തന്നെ പോകണം, അത് സംശയമില്ല. അതിന് എഗെയിൻസ്റ്റാണ്, ബുള്ളിങ്ങിന് എഗെയിൻസ്റ്റാണ്, എന്ത് രീതിയിലാണെങ്കിലും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ, വീക്കെൻഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.